ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ ആന്റോ ആന്റണിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആരോപണം, ഇപ്പോൾ ആന്റോ ആന്റണി SIT വിളിപ്പിച്ചേക്കുമെന്നുള്ള വിവരങ്ങളും ലഭിക്കുകയാണ്. അതിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും വിളിച്ച ആദ്യ നേതാവായി അടൂർ പ്രകാശ് വരുന്നു, രണ്ടാമത്തെ നേതാവായി ആന്റോ ആന്റണി എത്താൻ സാധ്യതയുണ്ടോ? നിങ്ങൾ എന്ത് വേണമെങ്കിലും കൊടുത്തോളൂ എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യതയാണ്, വിവരങ്ങളാണ്, സൂചനകളാണ് കിട്ടുന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ സ്മൃതി, അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് അരുൺകുമാർ, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചോളൂ. അരുൺകുമാർ പറഞ്ഞു ശബരിമലയിലെ ഗോൾഡ് പ്ലേറ്റിങ്ങിന് വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോയി. അത് കൊണ്ടുപോയത് ശരിയാണോ? ചട്ടം ലംഘിച്ചല്ലേ? അപ്പൊ അതിൽ നിങ്ങൾ നടപടിയെടുത്തോ? ഇല്ല. തിരിച്ചു കൊണ്ടുവന്നപ്പോൾ കുറവുണ്ട്, മകസരം രേഖപ്പെടുത്തിയപ്പോൾ കുറവുണ്ട്. ഇത് കണ്ടെത്തിയിട്ട് ദേവസ്വം ബോർഡോ ദേവസ്വം വകുപ്പോ എന്തെങ്കിലും നടപടിയെടുത്തില്ല. ഈ റിപ്പോർട്ടുകളൊക്കെ 5-6 വർഷക്കാലം മൂടിവെച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ പറഞ്ഞു വിജിലൻസ് റിപ്പോർട്ട് മൂഴ്ത്തിവെച്ചതുമായി ബന്ധപ്പെട്ട് വിവരങ്ങളുണ്ടോന്ന്. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് മുക്കാൻ ഇനി പറ്റില്ല എന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിലെ ജസ്റ്റിസ് രാജാ വിജയരാഘവനും KV വിജയകുമാറും പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാ വർഷവും ഓരോ വർഷവും 4 മാസം കൂടുമ്പോൾ റിപ്പോർട്ട് കൊടുക്കണമെന്ന് കൃത്യമായിട്ട് കോടതി, വർഷത്തിൽ 4 പ്രാവശ്യം റിപ്പോർട്ട് കൊടുക്കണമെന്ന് കോടതി പറഞ്ഞിരിക്കുക. ഇനി വിജിലൻസ് റിപ്പോർട്ട് മുക്കാൻ പറ്റില്ല. നിങ്ങൾ 6ഓളം വിജിലൻസ് റിപ്പോർട്ട് നിങ്ങളുടെ കാലത്ത് മുക്കിയതായിട്ട് വിവരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ വേണമെങ്കിൽ തരാം. അത് മാത്രമല്ലെന്നേ, ശബരിമലയിലെ ഗോൾഡ് പുറത്തേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരികയും ചെയ്തപ്പോൾ കുറവുണ്ടെന്ന് കണ്ടെത്തിയിട്ട് നിങ്ങൾ എന്ത് നടപടി എടുത്തു? പത്മകുമാറല്ലേ സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയത്? നിങ്ങൾ എന്ത് നടപടിയെടുത്തു? ഇതിനൊന്നും ഉത്തരവാദിത്തം പറയാതെ നിങ്ങളിങ്ങ് വലിയ കഥ പറഞ്ഞുകൊണ്ട് പോവുക. അതവിടെ നിൽക്കട്ടെ. ഇനി തന്ത്രിയുടെ കള്ളപ്പണമാണെന്ന് നിങ്ങൾക്ക് എന്താ വിവരം കിട്ടിയത്? തന്ത്രിയുടെ കള്ളപ്പണം ഈ ബാങ്കിലാണ് നിക്ഷേപിച്ചതെന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പുള്ളത്? ഇനി തട്ടിപ്പ് കേസിൽ ജയിലിൽ കിടന്ന ബാങ്ക് മുതലാളി എന്ന് പറഞ്ഞു, അതാരാ? LDFന്റെ നേതാവാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം ആന്റോ ആന്റണിക്കെതിരെ ആരോപണം ഉന്നയിച്ചു. അത് അവർ തമ്മിലുള്ള സാമ്പത്തിക തർക്കമാണ്. ആ തർക്കം തീർക്കാൻ കഴിയുന്ന ഈ രാജ്യത്തെ കോടതികളും പോലീസ് സ്റ്റേഷനിലും ഒന്നും ആശ്രയിക്കാതെ, ഈ രാജ്യത്തെ ആഭ്യന്തര വകുപ്പിനെ വിശ്വസിക്കാതെ പത്രക്കാരോട് വന്ന് പറയുന്നതിൽ രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അതിനപ്പുറം അദ്ദേഹത്തിന്റെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആന്റോ ആന്റണി കൊടുക്കാനുണ്ടെങ്കിൽ അത് അവർ നിയമപരമായിട്ട് നേരിടേണ്ട കാര്യമാണ്. അത് ഇപ്പോൾ ഈ ശബരിമല വിഷയം വരുമ്പോൾ മാത്രം പുറത്തു പറയേണ്ടതാണോ എന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രീയ താല്പര്യമാണെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി അപ്പുറത്ത് ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യാൻ വിളിക്കോ, അദ്ദേഹത്തിന്റെ വിവരങ്ങൾ ആരിൽ നിന്നും വിവരങ്ങൾ ആരായിട്ടേന്നേ, എന്താ തർക്കമുള്ളത്? പക്ഷെ ഒരു കാര്യമുണ്ട് സ്മൃതി, ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നുള്ള ഇൻപുട്ട് നിങ്ങൾക്ക് കിട്ടുന്നു. പക്ഷെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് നമ്മൾ എത്രയോ ദിവസം കഴിഞ്ഞറിഞ്ഞത്. കടകംപള്ളി മറുപടി കൊടുത്തത് നമ്മൾ എത്രയോ ദിവസം കഴിഞ്ഞറിഞ്ഞത്. അപ്പൊ ആന്റോ ആന്റണി ആയാലും അടുത്ത തവണ കിട്ടിയില്ല, ശരിയാണ്. അല്ല, വീണ്ടും വിളിപ്പിച്ചോട്ടെ. അല്ല, ഞാൻ പറഞ്ഞു വീണ്ടും വിളിപ്പിക്കണം. എത്ര പ്രാവശ്യം വേണമെങ്കിലും വിളിപ്പിക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആന്റോ ആന്റണി അല്ല ദേവസ്വം ബോർഡിന്റെ മന്ത്രി. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ പോറ്റിയുടെ നേതൃത്വത്തിൽ കടത്തി കൊണ്ടുപോയി വിറ്റു എന്ന് പറയുമ്പോ ആ സമയത്ത് ദേവസ്വം വകുപ്പിന്റെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ്. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയുടെ പേര് YN വാസവൻ എന്നാണ്. ആന്റോ ആന്റണി അടൂർ പ്രകാശും ദേവസ്വം വകുപ്പ് മന്ത്രിമാരായിരുന്നില്ല. ഇവർക്ക് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിൽ ഏതെങ്കിലും രീതിയിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആളുകളുമായിരുന്നില്ല. അപ്പോൾ ഇവരുടെ സഖാക്കന്മാർ, ഇനി അടൂർ പ്രകാശും ആന്റോ ആന്റണിയുമാണ് കുഴപ്പക്കാരെങ്കിൽ പത്മകുമാറും വാസുവും ഒക്കെ എന്തിനാ ജയിലിൽ കിടക്കുന്നത്? അതിനുള്ളൊരു ഉത്തരം പറയും നിങ്ങൾ. അതിനുള്ളൊരു ഉത്തരവില്ലാത്ത അരുൺകുമാർ വലിയ കഥയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളുടെ സഖാക്കന്മാരല്ലേ ജയിലിൽ കിടക്കുന്നത്? സ്വർണം കട്ട കേസിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഹൈക്കോടതിയല്ലേ റിമാൻഡ് ചെയ്തത്? നിങ്ങൾക്ക് വിശ്വാസമുള്ള SIT അല്ലേ അവന്മാരെ പിടിച്ച് ജയിലിൽ കൊടുത്തിരിക്കുന്നത്? അപ്പൊ നിങ്ങൾ അതിനുള്ള നടപടി എടുത്തിട്ട് നിങ്ങൾ വലിയ വർത്താനം പറയും. അത് കഴിഞ്ഞിട്ട് ഗിരിപ്രഭാഷണമാവാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.